മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ വലിയൊരു ഹദീസ് പണ്ഡിതൻ ഉള്ളതായിട്ടറിഞ്ഞു. അപൂർവമായ ഹദീസുകളുടെ ശേഖരണം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ബഗ്ദാദിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ഷാമിലെത്തി. ആ പണ്ഡിതൻ്റെ വീട് അന്വേഷിച്ചു. അവിടെ എത്തുമ്പോൾ അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുന്നിലിരുന്ന് ഒരു നായയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. സലാം അടക്കിയിട്ടും അദ്ദേഹം ഈ നായയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറേ നേരം പ്രതീക്ഷിച്ചിരുന്നു. അത് ഭക്ഷണം കഴിച്ച് പൂർത്തിയായി തിരിച്ചു പോയതിന് ശേഷമാണ് ആ പണ്ഡിതൻ അഹ്മദ് റളിയല്ലാഹുവിലേക്ക് തിരിഞ്ഞത്. ഞാൻ ഇത്രയും നേരം നായയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയും നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് വിഷമമായല്ലേ എന്ന് ചോദിച്ചു. അഹ്മദ് റളിയല്ലാഹു പറഞ്ഞു, വളരെ വിദൂരത്തു നിന്ന് കഷ്ടപ്പെട്ടു ഞാൻ നിങ്ങളെ ഹദീസ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊന്നും നായ്ക്കളില്ല. ഈ നായ വളരെ വിദൂരത്ത് നിന്ന് എന്നെ പ്രതീക്ഷിച്ചു വരികയാണ്. ഞാനതിന് ഭക്ഷണം കൊടുക്കുമെന്ന് അതിനറിയാം. ആ പ്രതീക്ഷയോടുകൂടി വരുന്ന നായ്ക്ക് അതിൻ്റെ വയറ് നിറയുന്നതുവരെ ഭക്ഷണം കൊടുക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. കാരണം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എനിക്ക് കിട്ടിയതാണ്. മൻ ഖതഅ റജഅ മനിർതജ, ആരെങ്കിലും അവനെ പ്രതീക്ഷിച്ചു വരുന്നവൻ്റെ പ്രതീക്ഷയെ മുറിച്ചു കളഞ്ഞാൽ ഖതഅ അല്ലാഹു റജഅഹു യൗമൽ ഖിയാമ, പരലോകത്ത് വെച്ച് അവൻ്റെ പ്രതീക്ഷയെ അള്ളാഹു മുറിച്ചു കളയും. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രതീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ നായയും പെടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല പറഞ്ഞു, യക്ഫീനി ഹാദൽ ഹദീസ്, ഞാൻ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതിന് ഈ ഒരു ഹദീസ് തന്നെ എനിക്ക് മതിയായതാണ്.